ജീവിതത്തിൽ അഭിനയിക്കാത്ത ആളാണ് മമ്മൂട്ടി എന്നാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവരെല്ലാം പറയുന്നത്. മനസ്സിലുള്ളത് അപ്പോൾ തന്നെ അതുപോലെ തന്നെ പറയും. ഇതിന്റെ പേരിൽ അദ്ദേഹം പലപ്പോഴും വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ ഉണ്ടായ സംഭവമടക്കം ഉദാഹരണങ്ങളായുണ്ട്. ഇതിനിടെ മമ്മൂട്ടിയെക്കുറിച്ച് സംവിധായകൻ ദീപു കരുണാകരൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. മമ്മൂട്ടി ഒരിക്കൽ തന്നെ അപമാനിച്ചിട്ടുണ്ടെന്നും എന്നാൽ പിന്നീട് അദ്ദേഹത്തെ മനസ്സിലായതോടെ അദ്ദേഹത്തോട് ഒരിക്കലും മായാത്ത ആരാധനയായെന്നും ദീപു പറയുന്നു. മമ്മൂട്ടി നായകനായ ഫയർമാൻ എന്ന സിനിമയുടെ സംവിധായകനാണ് ദീപു. ഈ സിനിമ ചെയ്യുന്നതിന് മുൻപായിരുന്നു സംഭവം. അന്ന് മമ്മൂട്ടിയെ വെച്ച് സിനിമ ചെയ്യില്ലെന്ന് പോലും ദീപു തീരുമാനിച്ചിരുന്നു. പക്ഷേ പിന്നീട് മമ്മൂട്ടിയെ അടുത്തറിഞ്ഞതോടെ അദ്ദേഹത്തോടുള്ള ആരാധന വർദ്ധിച്ചെന്നും ദീപു പറയുന്നു. ദീപുവിന്റെ വാക്കുകൾ ഇങ്ങനെ: മമ്മൂക്ക എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും രോമാഞ്ചം വരും. എനിക്ക് ഇന്നും ആരാധനയുടെ മുകളിലുള്ള ഫിഗറാണ്. എനിക്ക് പക്ഷേ ഫയർമാൻ ചെയ്യുന്നതിന് മുൻപ് ഇതായിരുന്നില്ല മമ്മൂക്കയെക്കുറിച്ചുള്ള ചിന്ത. പുള്ളിക്കാരൻ ഭയങ്കര ചൂടനാണ്. ഒരിക്കൽ എന്നെ അപമാനിച്ചിട്ടുണ്ട്. ആ അപമാനം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അമ്മയുടെ ഷോ നടക്കുകയായിരുന്നു. ക്രേസി ഗോപാലൻ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഞാനും സുഹൃത്തുക്കളുമുണ്ട്. മമ്മൂക്ക നടന്നു വരുന്നത് കണ്ടു. മമ്മൂക്കയോട് സംസാരിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചു. അവന്മാർക്ക് മനസ്സിലായി മമ്മൂക്കയുടെ അടുത്ത് അങ്ങനെ പോയി സംസാരിക്കാനാകില്ലെന്ന്. നീ വേണമെങ്കിൽ പോയി സംസാരിച്ചോ എന്ന് അവർ പറഞ്ഞു. ഞാൻ നേരെ ചെന്നു. മമ്മൂക്ക എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. മമ്മൂക്ക ഫോണിൽ നിന്നും തലയെടുത്ത് നോക്കിയ ശേഷം ആ എന്ന് പറഞ്ഞ് തല തിരിച്ചുപോയി. എനിക്ക് ഇൻസൾട്ടായി. ഇനി ഇയാളുടെ കൂടെ എനിക്ക് സിനിമ ചെയ്യണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ആഗ്രഹമുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരാളോട് പോയി എങ്ങനെ കഥ പറയും? മമ്മൂക്ക നിഷ്കളങ്കനാണ്. വേറെ ഏതെങ്കിലും നടന്മാർ ആയിരുന്നുവെങ്കിൽ ഹായ് ഹലോ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുമായിരുന്നു. മമ്മൂക്കയ്ക്ക് പുറമേ കാണിക്കുന്നതല്ലാതെ വേറൊരു വശമില്ല. ഞാൻ ഈ സംഭവം മമ്മൂക്കയോടും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എന്റെ കുഴപ്പം. അന്ന് ഞാൻ വേറെന്തെങ്കിലും ടെൻഷനിൽ ആയിരുന്നിരിക്കണം എന്നായിരുന്നു മമ്മൂക്കയുടെ മറുപടി. ഇന്നും മമ്മൂക്കയുടെ അടുത്ത് പോകാൻ പേടിയാണ്. എന്തെങ്കിലും കാരണത്താൽ ആ ബന്ധം തകരരുതേ എന്ന് കരുതി ഒരകലം പാലിക്കും. വളരെ സൂക്ഷിച്ച് മമ്മൂക്കയോട് സംസാരിക്കുള്ളൂ. എന്നും അദ്ദേഹം എന്റെ മനസ്സിൽ ആരാധനാബിംബമായി നിൽക്കുകയാണ് എന്നാണ് സംവിധായകൻ ദീപു പറഞ്ഞത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.